everyone, welcome back to my channel. ഞാൻ Meenu Lakshmi. അങ്ങനെ നമ്മൾ മിനിഞ്ഞാന്ന് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്നലെയാണ് നമ്മൾ തിരിച്ചു വന്നത്. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് ഒരു ഏകദേശം 5 മണി തൊട്ട് എനിക്ക് ചെറുതായിട്ട് വീണ്ടും കോൺട്രാക്ഷൻസ് പോലെ വീണ്ടുമല്ല ഇപ്പോഴാണ് ശരിക്കും എനിക്ക് കോൺട്രാക്ഷൻസ് വരുന്നതെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഇന്നലെ ഈവൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെൻസ്ട്രുവൽ ക്രാംസ് വരുന്ന പോലെ ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് അന്നേരം അങ്ങനെ ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റിന് ഇടവിട്ട് ഗ്യാപ്പിൽ നമുക്ക് അങ്ങനെ ഫീലുണ്ട്. നല്ല അടിവയറ്റിൽ നിന്ന് നല്ലപോലെ പെയിൻ വരുന്നുണ്ട്. അതൊരു 30 സെക്കൻഡ്സ് ഒക്കെ നിന്നിട്ട് പിന്നെ അത് പോകും. പിന്നെ ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഇന്നലെ ഡോക്ടർ ഉദ്ദേശിച്ച സാധനം, ഞാൻ ഉദ്ദേശിച്ചതല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നലെ ഡോക്ടർ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇനി എനിക്ക് വരുന്ന ടൈപ്പ് പെയിൻ തന്നെയാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. പിന്നൊരു 5 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് നടുവിൻ്റെ അവിടെ നിന്ന് നല്ല വേദനയായിട്ടാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ഞാൻ കിടക്കുന്നതിൻ്റെ ആയിരിക്കും എന്ന് വെച്ച് ഇരുന്ന് നോക്കിയപ്പോഴാണ് പിന്നെ അത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ്, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയതെന്ന് പറഞ്ഞാൽ ഒരു ബറിയിലായിരുന്നു പോയത്. ബിക്കോസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ എണീറ്റ് നിന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ വാട്ടർ പോകുന്നതാണ്. അപ്പം ഞാൻ വലുതായിട്ട് പാനിക്കായില്ല, പക്ഷെ അനീഷാണ് പെട്ടെന്ന് പാനിക്കായി. അതിനകത്ത് ചെറിയൊരു ബ്ലഡ് സ്റ്റെയിനും കൂടെ ഉണ്ടായിരുന്ന കാരണം. അപ്പോൾ ഞാനത് ഓൾറെഡി വായിച്ച് നോക്കിയപ്പോഴത്തേക്കിന് അത് ഓക്കെ ആണെന്നായിരുന്നു ഞാൻ കണ്ടത്. നേരത്തെ പതുക്കെ ഇവിടുന്ന് ഒരു ഹോസ്പിറ്റൽ ഒരു 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. പക്ഷേ അന്നേരമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ഹോസ്പിറ്റൽ ബാഗ് നേരത്തെ പാക്ക് ചെയ്യണം. ഇനി ഹോസ്പിറ്റൽ ബാഗ് ഞങ്ങൾ ഉദ്ദേശിച്ച പാക്കിംഗ് അല്ല, ശരിക്കും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പല സാധനങ്ങളും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതായിരിക്കും ആവശ്യമുള്ളതെന്ന് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനേക്കാളും ആവശ്യമുള്ള പല സാധനങ്ങളുണ്ട്. ബേസിക് സാധനങ്ങളൊക്കെ നമ്മൾ ചിലപ്പം വിട്ടു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ ഹോസ്പിറ്റലിൽ പോയത് വെച്ച് ഞാൻ ഒന്നുകൂടെ ഹോസ്പിറ്റൽ ബാഗ് ഒന്ന് സെറ്റ് ചെയ്യുവാണ്. ബിക്കോസ് ഇന്നലെ ഒന്നുമില്ല, എല്ലാം കൂടെ എടുത്ത് വലിച്ചു വാരി ഇട്ടിട്ട് നമ്മൾ പോവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴും ഓരോ സാധനങ്ങൾ എടുക്കാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു പെട്ടിക്കകത്ത് ഞങ്ങളുടെ ഡ്രസ്സ്, പിന്നെ ഇത് ഫുള്ളും കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് UK നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കുഞ്ഞിന് വേണ്ടി കൊണ്ടുവന്നത്. ഇതിപ്പം ഞാൻ ഒന്ന് വാഷ് ചെയ്യും, ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്ത് വാഷ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചാണ്. പക്ഷേ അനീഷൻ അത് വിട്ടുപോയി. അനീഷനിപ്പം വൈറ്റ് കോളറിലോട്ട് പോയിരിക്കുകയാണ് ക്ലോത്ത്സ് വാഷ് ചെയ്യാനായിട്ട്. കുറച്ച് ക്ലോത്ത്സ് ഇരിപ്പുണ്ടായിരുന്നു നമുക്ക് കഴുകാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷേ ഈ കോൺട്രാക്ഷൻസ് വരുന്ന ആ ഒരു പെയിനെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ അതിലോട്ട് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു വേദന വരുമ്പോഴത്തേനും. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ ഒന്ന് മാറ്റാനും ഞാനിപ്പോൾ വെറുതെ അടുക്കി പെറുക്കുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ടെൻസ്ഡ് ആയിട്ടായിരിക്കും ഇത് അടുക്കി പെറുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ ചിലർ വന്നിട്ട് ചോദിക്കും കോൺട്രാക്ഷൻസ് വരുമ്പോഴത്തേക്കിനും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ രീതികളും ഓരോരുത്തർ ചിന്തിക്കുന്നതും ഡിഫറെൻ്റാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും എന്നെ എൻഗേജ് ആക്കി വെക്കുമ്പം ഞാൻ കുറച്ച് വറി ചെയ്യുന്നത് ലെസ്സായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം. അനീഷേട്ടന് ഇപ്പം വാഷ് ചെയ്യാൻ പോയിരിക്കുന്നത് കാരണം ആരും എടുത്തു തരാനില്ല. അപ്പോൾ ഞാൻ സ്റ്റാൻഡിലൊക്കെ വെച്ച് ഞാൻ തന്നെ എടുക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുചേച്ചി നമ്മുടെ ജാൻവി മേക്ക് ഓവേഴ്സ് എനിക്ക് നമ്മുടെ വളകാപ്പ് നടന്ന സമയത്ത് എനിക്ക് വാങ്ങിച്ചു തന്നൊരു ഡയപ്പർ ബാഗാണ് കേട്ടോ ഇത്. ഈ ബാഗിനകത്ത് ചേച്ചി ഒരു 2-3 മെറ്റേണിറ്റി ഡ്രസ്സ്, പിന്നെ മെറ്റേണിറ്റി ബ്രാസ്, പിന്നെ ജേണൽസ്, പിന്നെ നിപ്പിൾ ക്രീം, അങ്ങനെ ഓരോന്നും വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ഞാനതെല്ലാം മാറ്റിയിട്ട് ഇന്നലെ എടുത്ത് എന്തൊക്കെയോ സാധനങ്ങൾ ഇതിനകത്ത് വലിച്ചു വാരിയിട്ടിരിക്കുക. ഇന്നലെ തന്നെ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ പേസ്റ്റ് നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത്, ഇത് അനീഷേട്ടന് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് ഓൾറെഡി വെറ്റ് വൈപ്സ് മിനിഞ്ഞാന്ന് വന്നായിരുന്നു, വെറ്റ് വൈപ്സ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാമെന്നുള്ളത്. ഇത് നമ്മൾ കുഞ്ഞിന് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ തുണികൾ കട്ട് ചെയ്ത് സൈഡ് അടിച്ച് വെച്ച് കഴുകി വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇത് ശരിക്കും ഇത്രയും ഞാൻ എന്തിനാണ് ഇന്നലെ വലിച്ചു വാരി കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ കിട്ടിയതെല്ലാം കൂടി ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട് പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ ഇത് കുറച്ച് ജബ്ലാസാണ്. ഇത് പക്ഷെ നമുക്ക് കഴുകാനുള്ളതാണ്. കുഞ്ഞിനെ ഡയപ്പർ മാറ്റുമ്പോൾ വിരിക്കാനുള്ളൊരു ഷീറ്റാണെന്ന് തോന്നിയത്. ഇത് രാവിലെ ഞാൻ സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിൽ ഓർഡർ ചെയ്ത കുറച്ച് ഓർഗനൈസേഴ്സ് ആട്ടോ.
എനിക്ക് രാവിലെ എണീറ്റിട്ട് എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അന്നേരം കഴിഞ്ഞ ദിവസം പോയപ്പം എല്ലാം അവിടെ ഇവിടെ ഇങ്ങനെ വലിച്ചു വാരിയിടുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ഓർഗനൈസേഴ്സ് വാങ്ങിക്കാമെന്ന്. വെറുതെ ഞാൻ ഇൻസ്റ്റാമാർട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേനും അതിനകത്ത് ഓർഗനൈസേഴ്സ്. ഇൻസ്റ്റാമാർട്ട് ഒരു ലൈഫ് സേവർ സാധനമാണ് ഗൈസ്. ഇത് മറ്റേ ഈ ടോയ്ലറ്ററി സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെന്തുവാന്ന് പോലും എനിക്കറിയത്തില്ല. വേറെ ഒരെണ്ണം കൂടെ ഞാൻ കണ്ടതങ്ങ് വാങ്ങിച്ചതാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഇഷ്ടംപോലെ ഓർഗനൈസേഴ്സ് ഉണ്ട്, പക്ഷെ അതെല്ലാം എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ എൻ്റെ കയ്യിൽ അത്രയും സാധനങ്ങളില്ല. ഇതിങ്ങനെ ഓരോരോ തട്ട് ബോക്സ് പോലത്തെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പം അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഇട്ട് കുറച്ചുകൂടെ ഒരു വൃത്തിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് അവിടെ ചെല്ലുമ്പം എടുക്കാനും എളുപ്പമുണ്ട്. ഇതാട്ടോ നിപ്പിൾ ക്രീം. ഇതും അനുശേഷി എനിക്ക് ഈ ബാഗിൻ്റെ കൂടെ തന്നാണ്. ചേച്ചി പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ അമ്മയാവുന്നത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കിന് പൊട്ടാനും സ്കിന്ന് പൊട്ടാനും വിണ്ട് കയറാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഈ സാധനം ചേച്ചിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തൊരു ഐറ്റമാണ് എന്ന് പറഞ്ഞ് ചേച്ചി ഇതും എനിക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇനി ഒന്ന് ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, ഓർമ്മ വരുന്ന സാധനങ്ങളെല്ലാം കട്ടിൽ പതുക്കെ പെറുക്കി വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് അടുക്കി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ മിററിൻ്റെ ബാക്കിലുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ വളരെ ബേസിക്കായിട്ട് നമുക്ക് വേണ്ട കുറച്ച് സ്കിൻ കെയർ സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബ്രഷ്, ഞാൻ ഇലക്ട്രിക് ബ്രഷാണ് ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് സൺസ്ക്രീനാണ്. ഈ ഒരു പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്തും ഈ ഒരു നമ്മുടെ ഈ ഒരു ലിപ്സിൻ്റെ ഭാഗത്തും കണ്ണിൻ്റെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചധികം പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ആ പോർഷനിൽ ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് പോലെ ഫീൽ ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ ഒരു 4-5 മാസമായിട്ട് എന്തെങ്കിലും ഷൂട്ട്സ് ഇല്ലാതെ ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല. അപ്പം അത് മാത്രമായിട്ട് ഇട്ടിട്ട് വരുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു സൺസ്ക്രീൻ ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ഒറിജിൻ്റെ കൊറിയൻ വിറ്റാമിൻ സി സൺസ്ക്രീനാണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, പിന്നെ നല്ല സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യും, ഒട്ടും സ്റ്റിക്കി അല്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും. ജസ്റ്റ് ഈ ഒരു സൈഡിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് SPF 50 PA++++ ഉണ്ട് കേട്ടോ. അതുകൂടാതെ ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഇതിനകത്ത് മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്. ഒന്ന് യൂസു ലെമണും ഒന്ന് കൊറിയൻ വിറ്റാമിൻ സി. ഈ യൂസു ലെമൺ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കൊറിയന്ന് സോഴ്സ് ചെയ്തതാണെന്നാണ്. യൂസു ലെമൺ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്ന് നല്ല ഈവൻ ടോൺ ആക്കാനും ബ്രൈറ്റ് ചെയ്യാനും ഗ്ലോയിങ് ആക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളത് കൊറിയൻ വിറ്റാമിൻ സി ആണ്. അത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഒരു സ്പോട്ട് ഫ്രീ ബ്രൈറ്റർ സ്കിൻ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്യുവർ ഒറിജിൻ .in പോകുകയാണെന്നുണ്ടെങ്കിൽ Meenu 2025 എന്നൊരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 15% ഓഫ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും പേർപ്പിളിലും അവൈലബിൾ ആണ്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു സൈഡ് കാണാൻ പറ്റും. ഒട്ടും വൈറ്റ് കാസ്റ്റും ഇല്ല, ഓയിലി അല്ല. ഈ ഒരു സൈഡിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ സൺസ്ക്രീൻ ആണ്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യാറുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം. ചെറിയൊരു ടിൻറ്റഡ് ലിപ് ബാമാണ്. അപ്പോൾ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഫീലും കിട്ടും. ലിപ്സ്റ്റിക്ക് മാക്സിമം ഞാൻ ഇപ്രാവശ്യം ഈ ഒരു ടൈമിൽ ഞാൻ അവോയ്ഡ് ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ബ്ലാക്ക് പൊട്ട്, എൻ്റെ ഒരു ഫേവറേറ്റ് ബ്ലാക്ക് പൊട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഡിയോഡ്രൻറ്റും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു റോൾ ഓൺ കൂടെ വേണം. അണ്ടർ ആംസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ വെച്ചാൽ ഈ സമയത്ത് എനിക്ക് സ്വെറ്റ് ഭയങ്കര കൂടുതലാണ്. ഒരു റോൾ ഓണും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കേണ്ട സാധനങ്ങൾ നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഐബ്രോ പെൻസിലും കാജലും പിന്നെ ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, ബണ്ണ്, കൺസീലർ, സൺസ്ക്രീന്, പൊട്ട്, ഇത്ര സാധനമാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ബാഗിൽ വെക്കുന്നത്. ബിക്കോസ് ഇതെല്ലാം കൂടെ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആകും. നമുക്കിനി ബാക്കി ഈ കാർമൈസയുടെ റോളോണ്. പിന്നെ ഞാനൊരു വാസ്ലിൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോസ്മേരി വാട്ടർ, ഇത് ഇത്രയും കൂടെ ഞാൻ എടുത്ത് ഇതിനകത്താക്കി. ഇത് ഇത്രയും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബാഗാണ്. ഈ ഒരു ബാഗിനകത്ത് നമുക്ക് ശരിക്കും ബേബിയുടെ സാധനങ്ങൾ മാത്രം വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന ഇത് നമ്മുടെ തുണി, ഇപ്പോൾ സത്യം പറഞ്ഞാൽ പഴയ മുണ്ടൊന്നും കിട്ടാനില്ലാത്ത കാരണം തുണി കട്ട് ചെയ്തിട്ടൊക്കെ ആട്ടോ നമ്മൾ വെച്ചത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഇത്
നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിച്ച കുറച്ച് ന്യൂ ബോൺ സാധനങ്ങളാണ്. ഇതിനകത്തു നിന്നാണ് എടുത്ത് നമുക്ക് പാക്ക് ചെയ്ത് വെക്കാനുള്ളത്. ഇതൊന്ന് മറ്റേ സ്വാഡൽ ക്ലോത്താണ്, സ്വാഡലല്ല, ഇത് ഹൂഡഡല്ലേ, അല്ല ഇത് ബ്ലാങ്കറ്റാണ്. ഇതെല്ലാം നമ്മൾ കഴുകി ഓൾറെഡി വെച്ചിരിക്കുക കേട്ടോ. ഒരു ബ്ലാങ്കറ്റ് നമുക്കെടുക്കാം, പിന്നെ വെറ്റ് ക്ലോത്ത് എടുക്കാം, കെട്ടുടുപ്പ് നമുക്കെടുക്കാം അല്ലേ, അതായിരിക്കും നല്ലത്. പിന്നെ കളേർഡ് കെട്ടുടുപ്പുണ്ട്, ബട്ടണുള്ളത് ഞാൻ തൽക്കാലം ഇപ്പോൾ എടുക്കുന്നില്ല, കെട്ടുള്ളത് മാത്രം ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത്, ഇതിനകത്ത് നമുക്കൊരു ബ്ലൂ ഒരു പിങ്ക് നമുക്കെടുക്കാം. ഏതാ വേണ്ടി വരുന്നതെന്ന് അത്രയും വേണ്ടി വരത്തില്ലായിരിക്കും അല്ലേ, എടുത്തേക്കാം. ആകെ ഒരു തൂവാല കഷ്ണം പോലെ ഇരിക്കുന്ന സാധനം. ഇത് നമുക്കതുപോലെ എടുക്കാം, തുടയ്ക്കാനും അല്ലെങ്കിൽ ഒന്ന് പിടിക്കാനോ ഇതും കൊണ്ടുപോകാം അല്ലേ. ചെറിയ 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 ക്ലോത്ത്സ് ഇതുകൊണ്ട് എടുക്കാം. സോ ഇതിനകത്തെ സാധനങ്ങൾ ആക്ച്വലി നമ്മൾ ഓൾമോസ്റ്റ് എടുത്ത്, ഞാൻ വിചാരിച്ചു അതൊന്ന് സെലക്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എടുത്തെടുത്ത് വന്നപ്പോൾ എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായി. നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഞാൻ വിചാരിക്കുന്നത് ഈ ഫ്രണ്ടിലത്തെ ഒരു ആക്ച്വലി ബോട്ടിൽസ് വെക്കാനായിട്ടുള്ളതാണ്. പക്ഷേ ആസ് ഓഫ് നൗ നമുക്ക് ബോട്ടിൽസ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് കെട്ടുടുപ്പുകൾ നമുക്കിതിനകത്തോട്ട് വെക്കാം. തൽക്കാലം ഈ ഫ്രണ്ടിലത്തെ ഇതിനകത്തോട്ട് വെക്കാം. ഇത് ലങ്കോട്ടി അതിനകത്ത് കയറ്റി വെക്കണ്ടല്ലോ, അല്ലാതെ വെച്ചാൽ പോരെ. ഇതിങ്ങനെ വെച്ചു. ഇതിനകത്തൊരു സിബുണ്ട്, ആ സിബിനകത്തോട്ട് നമുക്ക് ഈ 2 ക്ലോത്ത്സ് വെക്കാം. ഇതിങ്ങനെ അത്യാവശ്യം തുടയ്ക്കാനൊക്കെ എടുക്കേണ്ടതല്ലേ, അത് നമുക്കിതിനകത്തോട്ട് വെക്കാം. ഇനിയും നമുക്കിതിൻ്റെ താഴത്തെ തട്ടുകളിലേക്ക് ഓരോ സാധനങ്ങളായി വയ്ക്കാം. ഫസ്റ്റ് നമ്മുടെ ബ്ലാങ്കറ്റ് വെക്കാം. ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ലല്ലോ. നമ്മുടെ ബ്ലാങ്കറ്റ്, പിന്നെ മറ്റേ ഇത് എന്തായിരുന്നത്, മറ്റേ ഡ്രൈ ഷീറ്റ് നമുക്ക് വേണമെങ്കിൽ സൈഡിൽ സ്ഥലമുണ്ട്, അതിനകത്തോട്ട് വെക്കാം. പിന്നെ സ്വാഡൽ ക്ലോത്ത് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് വെക്കാം. പിന്നെ ഇത് ലങ്കോട്ടിയും നമുക്ക് വിൽ കീപ്പ് ഇൻ ദ സൈഡിൽ വെക്കാം. ഇത് കുറച്ചുകൂടി ഇങ്ങനെ ചെറുതാക്കിയാൽ വെക്കാൻ എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, ഞാനൊരു അമ്മയാവാൻ പോവുക. എൻ്റെ ദൈവമേ, എനിക്ക് ആലോചിച്ചിട്ട് ടെൻഷനാവുന്നു. ഡെലിവറി ചെയ്യുന്നതിൻ്റെ അല്ല, അമ്മയാവുന്നതിനെ പറ്റി ഓർത്തിട്ടാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത്. കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. വിൽ സീ. ഇനിയിപ്പോൾ ബാക്കി ഇങ്ങനത്തെ മുസ്ലിം ക്ലോത്ത്സ്, നാപ്പി ക്ലോത്ത്സ്, ആ ക്ലോത്ത്സ്, ഈ ക്ലോത്ത്സ്, ഇതെല്ലാം കൂടെ നമുക്ക് മടക്കി ഇതിൻ്റെ അടിയിലോട്ട് വെക്കാം. ഇത് മടക്കി വെക്കാം. ഇതൊക്കെ വേണം നമുക്ക് സൈഡിലോട്ട് വെക്കാം അല്ലേ. ഇത് സൈഡിലോട്ട് വെക്കാം, ഇതും സൈഡിലോട്ട് വെക്കാം. ഇത് സാഡിലാണ്, ഇത് നമുക്കിങ്ങനെ വെക്കാം. എന്ത് സുഖമുള്ള വേദന. ഇനി നമുക്കിത് ഇതൊരു പ്യുവർ വാട്ടറിൻ്റെ ഇതൊരു മദർ സ്പർശിൻ്റെ പ്യുവർ വാട്ടർ. ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന സാധനമാണ്. എനിക്ക് അറിഞ്ഞൂടാ ഇതൊക്കെ നല്ലതാണോ, ഇതാണോ നല്ലത് എന്ന്. നമ്മളിങ്ങനെയൊക്കെ പഠിക്കുന്നത്. എനിക്കൊന്ന് കുഞ്ഞിൻ്റെ സാധനങ്ങൾ ഓൾമോസ്റ്റ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തു. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്കൊരു കവറിനകത്തോട്ടാക്കി മാറ്റി വെക്കാം. പിന്നെ ഇതുണ്ട്, ഇത് കഴിഞ്ഞ ദിവസം റിയ കൊണ്ട് തന്നാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ബോൺ ഇൻ 2025 എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, നല്ല സോഫ്റ്റ്. ഇതെടുക്കാം. നല്ല ബാഗായിരുന്നു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇതിങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഇനിയിപ്പം അടുത്തത് നമുക്ക് ഈ ടോയ്ലറ്ററി ഇത് എടുക്കാം. എന്നിട്ട് ആദ്യത്തേതിനകത്ത് നമുക്ക് പേസ്റ്റ്, നിപ്പിൾ ക്രീം നമുക്ക് വേറെ വെക്കാം. പിന്നെ പേസ്റ്റ് വെച്ചു. ടിഷ്യൂ ബോക്സ് നല്ല ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. സോപ്പ്, പിന്നെ ഹാൻഡ് വാഷ്. ഇനി നമുക്കിതിനകത്ത് വേണ്ടത് എൻ്റെ ഇലക്ട്രിക് ബ്രഷാണ്. ഞാൻ കുറച്ച് കണ്ടീഷണറും ചെറിയൊരു ഷാമ്പു ഇവിടെ ഇരുന്ന ഇതാണ്. ഇതിനകത്ത് വലുതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ ചെറിയൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് ഞാൻ എൻ്റെ ഷാമ്പു മാറ്റി. ഇത്രേ ഉള്ളൂ. നമുക്കിത് തൽക്കാലം വേണ്ട സാധനങ്ങൾ നമുക്കിതിനകത്തോട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ എടുക്കണം. ഇതിനകത്താണ് ഞാൻ മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ഈ നിപ്പിൾ ക്രീം
ഒട്ടിച്ചിടാം. പിന്നെ കവറിൻ്റെ ആ ഇതുകൂടെ അങ്ങ് മാറുമല്ലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത്രയേ ഉള്ളെങ്കിലും ഇതിൻ്റെ വില 600 രൂപയാണ് ഇതിൻ്റെ വില. നമ്മൾ ഇതിനകത്തോട്ട് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാം വളരെ എക്സ്പെൻസീവ് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതെടുക്കാം. ഇതിനകത്ത് നമുക്ക് നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം കൂടി ഇടാം. അതെന്താണെന്ന് വെച്ചാൽ കുറച്ചാണ് ഇപ്പോൾ കഴുകി വരത്തേ ഉള്ളൂ. അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നെങ്കിൽ അതും കൂടെ വന്നിട്ട് നമുക്ക് അടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി വെച്ചിട്ട് ആ വരുന്നതിനകത്തോട്ട് അങ്ങ് കയറ്റി വെക്കാം. നമുക്ക് തൽക്കാലം എന്നാൽ ഇതിനകത്തോട്ട് നമുക്ക് അങ്ങ് അടുക്കാം അല്ലേ. ഇത് നമ്മുടെ പെർഫ്യൂമാണ്. പെർഫ്യൂമും കൂടെ ഇതിനകത്ത് ഇട്ടേക്കാം. ഇതെന്നിട്ട് നമുക്ക് ഹാൻഡ് ബാഗിൽ വെക്കാനുള്ളതാണ്. ഇതെല്ലാം ലൈക്ക് ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് സൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ എൻ്റെ പഴയ ബ്രാകളൊക്കെ എനിക്ക് ഭയങ്കര ടൈറ്റായി. ഈവൻ പാൻറ്റീസും എല്ലാം ടൈറ്റാണ്. അപ്പം ഞാൻ കുറച്ച് സെറ്റ്സ് വാങ്ങിച്ചായിരുന്നു. ഞാൻ ഇപ്രാവശ്യം 2-3 ടൈപ്പ് ബ്രാൻഡിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. ബിക്കോസ് ഏതാണ് നല്ലതെന്നൊന്ന് ട്രൈയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ ഇതിനകത്ത് നമുക്ക് ബ്രാ മാത്രം വയ്ക്കാം, എന്നിട്ട് പാൻറ്റീസ് നമുക്ക് വേറെ ഒരെണ്ണത്തിനകത്ത് വെക്കാം. ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഇതിനകത്തോട്ട് വയ്ക്കണോ? ഇതിനകത്തോട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഡ്രസ്സുകളെല്ലാം കൂടെ. ഇത് ഒരു ഫ്രണ്ട് ഓപ്പൺ ഒരു മാറ്റേണിറ്റി ഷർട്ട് ഡ്രസ്സാണ്. ഇത് ഞാൻ നെജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റേറ്റ് പക്ഷേ ഒരു 1300-400 എങ്ങാണ്ടുണ്ട്. പക്ഷേ ഫാബ്രിക് അടിപൊളി, ഇടാനും ഭയങ്കര സുഖമാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയാൽ. പക്ഷേ ഇപ്പം ഇതിനകത്ത് കുറേ കളേഴ്സ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നുമില്ല, എല്ലാം സ്റ്റോക്ക് ഔട്ടാണ്. ആകെ ഇതിൻ്റെ ഒരു പീസ് ഞാൻ മിനി ക്ലബ്ബിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് നമ്മുടെ വൃന്ദാർജുൻ വളക്കാപ്പിന് വന്നപ്പോഴത്തേന് കൊണ്ട് തന്ന കേട്ടോ. ഫീഡിങ് ടൈപ്പാണ്. അപ്പോൾ ഞാനിത് അന്നോട്ട് ഞാൻ എടുത്ത് നമ്മുടെ ബാഗിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതുണ്ട്. പിന്നെ ഇത് ഒരു ലോഞ്ച് വെയർ പോലത്തെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ നമുക്ക് സിബല്ല, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഹോം കമ്മിങ് ഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഡ്രസ്സുണ്ട്. അത് ഞാൻ ഇതുവരെ ആക്ച്വലി എടുത്തിട്ടില്ല. ഇത് ഒരു നൈറ്റി. ഇത് സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് വാങ്ങിച്ച നൈറ്റിയാണ്. പക്ഷേ ഒരു ദിവസം എനിക്കൊന്നും ഇടാനില്ലാഞ്ഞപ്പോൾ ഞാൻ ഇതെടുത്തിട്ടു. പിന്നെ ഞാൻ എൻ്റെ ആക്കി. ഇത് ഒരു ഫ്രണ്ട് ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു ഡ്രസ്സ് പോലത്തെയാണ്. ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിലും ഒരു ഡ്രസ്സ് മോഡലാണ്. പിന്നെ നമുക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പായിട്ട് 2 സെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു മെറ്റേണിറ്റി ഡ്രസ്സാണ്. ഇതുകൂടെ എടുക്കാം. ഇത് ക്ലോസ് ചെയ്യാം. ഇത് അനീഷേട്ടൻ്റെ ഡ്രസ്സ്. ഇതിനകത്തോട്ട് വെക്കാം. അനീഷേട്ടൻ ഇതുപോലെ കുറച്ചെണ്ണം ഇപ്പോൾ കഴുകാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കഴുകി കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇട്ട് നോക്കിയിട്ട് എടുക്കാം. നോക്കിയിട്ട് എടുത്ത് വെക്കാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അനീഷേട്ടന് വേണ്ടി വാങ്ങിച്ചൊരു ടീഷർട്ടായിരുന്നു. ഞാൻ ബാഗിനകത്തോട്ട് മെറ്റേണിറ്റി പാഡ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ അന്ന് എനിക്ക് മിസ്കാരേജ് വന്നപ്പം ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം അത് ഇത് പിന്നെ ഇത് അനുചേച്ചി അന്ന് ആ ബാഗിനകത്ത് തന്നായിരുന്നു. അതും വെച്ചു. പിന്നെ നമ്മുടെ വെറ്റ് വൈപ്സ് വെച്ചു. പിന്നെ നമുക്കിനി ഇതിനകത്തോട്ട് വെക്കാനുള്ളത് നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ 2 പാക്ക്, പിന്നെ ടോയ്ലറ്ററി സാധനങ്ങൾ. ഇതിങ്ങനെ വയ്ക്കാം. ഇത് പാത്തു UK നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്ന കേട്ടോ, മോം ആൻഡ് ഡാഡ്. ഇത് നമുക്ക് നോക്കാം, നമ്മൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊക്കെ വെച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്നുള്ളത്. അത് നമുക്ക് തൽക്കാലം ഇതിനകത്തോട്ടിടാം. പിന്നെ എൻ്റെ ഒരു ക്യാമറ സ്റ്റാൻഡുണ്ട് ചെറുത്. അത് ഞാൻ അപ്പുറത്തിരിക്കുക. അതുകൂടെ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ എനിക്കൊന്ന് അത്യാവശ്യം ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഏകദേശം ഇപ്പം ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഇത് വേണം, തോർത്ത്. ഇന്നലെ ഞാൻ തോർത്ത് മറന്നു പോയതാണ്. തോർത്ത് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. ഇനി നമുക്ക് ബാക്കി ഡ്രസ്സ് വരുമ്പം നോക്കിയിട്ട് നമുക്ക് വേണ്ടതാണെങ്കിൽ നമുക്ക് അതുകൂടെ എടുത്ത് വെക്കാം. സോ അടുത്ത ബാഗ് റെഡി. സോ ഒരു ബാഗ്, കുഞ്ഞിൻ്റെ ഒരു ബാഗ്. ഇനി അടുത്തത് നമ്മുടെ ഹാൻഡ് ബാഗാണ്. ഹാൻഡ് ബാഗിനകത്ത് ഇന്നലെ ഫയലെല്ലാം ഒന്നുകൂടെ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു മാസ്ക്. ഇത് നമുക്ക് ബാഗിനകത്ത് വയ്ക്കാം. പിന്നെ നമ്മുടെ മറ്റേ മേക്കപ്പ് സെറ്റ്. ഇതെൻ്റെ ഹെഡ്സെറ്റ്. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുമ്പോഴേ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ എനിക്കൊരു ഫോണൂടുണ്ട്. ഈ ഒരു ഫോണ് പക്ഷേ ഇതൊന്നുകൂടെ ചാർജ് ചെയ്യണം. ഫുൾ ചാർജ് ഇട്ടിട്ട് ഇതെടുത്ത് വെക്കാം.
ഓക്കെ, സോ ആസ് ഓഫ് നൗ എനിക്ക് തോന്നുന്നു എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നനച്ചുകൊണ്ട് വരുന്ന തുണിയും കൂടെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഹോം കമ്മിങ് ഡ്രസ്സ് ഞാൻ എടുത്തിട്ടില്ല. ഇനിയുള്ളതെല്ലാം അനീഷേട്ടൻ്റെ. അപ്പം അനീഷേട്ടൻ വരുമ്പം ഇതിനകത്തൂടെ അനീഷേട്ടൻ്റെ സാധനങ്ങൾ വെക്കും. ഇത് അനീഷേട്ടൻ്റെ ഡിയോ ആണ്. ഡിയോ ഇതിനകത്ത് വെച്ചേക്കാം. അനീഷേട്ടൻ്റെ ഡിയോ. ഇനി അടുത്ത ഒരു സാധനം കൂടെ നമുക്ക് എടുക്കാനുള്ളത് ഇതാണ്. ഇത് ബേബിയുടെ ബെഡും പിന്നെ നമുക്ക് ആ ക്യാരി ചെയ്യാനുള്ളതില്ലേ അതുമാണ്. ഇത് ഞാൻ ബേബി ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇത് മൊത്തത്തിൽ നമ്മൾ കൊണ്ടുപോകണ്ടായിരിക്കും. ജസ്റ്റ് നമ്മുടെ ആ ബേബി നെസ്റ്റ് മാത്രം കൊണ്ടുപോയാൽ മതിയായിരിക്കും. ഇതുകൂടെ ഞാനിവിടെ എടുത്ത് വച്ചേക്കാം. ഇത്രേ ഉള്ളൂ. സോ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് കഴിഞ്ഞു. ഇതുപോലത്തെ ഒരു പാക്കിംഗ് ആദ്യമായിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് പാക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ ബാക്കി ഇവിടെ എല്ലാം എടുത്ത് ഞാൻ ഒന്ന് കുളിച്ച് റെഡിയായിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങാം. എന്നുവെച്ചാൽ എനിക്ക് അത്യാവശ്യം കോൺട്രാക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്കങ്ങ് പോവാം. ഓക്കെ.